സംസാരിച്ച് രാത്രി അവൻ ബിയർ എടുത്തോണ്ട് വന്ന് കുടിച്ച് എന്നിട്ട് സംസാരിച്ചതെന്ന് വെച്ചാൽ അവന് നേരത്തെ ഒരു കൊച്ചായിട്ട് അടുപ്പമുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് മറ്റാണ്. അപ്പൊ ആ കൊച്ച് ആത്മഹത്യ ചെയ്തു. അപ്പൊ അതിന്റെ കാര്യമാണ് അവൻ പറഞ്ഞ ആ കൊച്ച് അവളായിരുന്നെങ്കിൽ എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു. അവൻ പിന്നീട് എന്നെ നല്ലപോലെ അവളെന്നെ നല്ലപോലെ നോക്കുമായിരുന്നു എന്നൊക്കെ കൂടെ പറയാം. അപ്പൊ ഇവള് അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഇവള് ഹാളിനകത്ത് പോയി കിടക്കാൻ പറഞ്ഞ് പോയിട്ട് പിന്നെ ഇവള് ചോദിച്ചെന്ന്, ചേട്ടാ ഞാൻ അപ്പൊ ഒന്നും ചെയ്തിട്ടില്ലേ, പിന്നീട് ഞാൻ എന്തിനെല്ലാം ചെയ്തെന്നിട്ട് ചേട്ടാ അവളാണ് നല്ലതെന്ന് പറയുന്നത്, അതെന്തിനു കൂടെ അത് പറയുന്നത്, അത് പോയില്ലേ പിന്നെ എന്തെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച്. പിന്നെ അവന്റെ അമ്മയൊക്കെ പറയുന്നത് നല്ല കതിര് പോലെ ഇരുന്ന പെണ്ണാണെന്ന് ചെന്നപ്പോഴേക്ക് പറയുമായിരുന്നു. പിന്നെ വേറെ ഒരു ഇതുണ്ടായിരുന്നു അവന്. അതും ആ ഫോട്ടോ പെണ്ണുവിനായിട്ടിരിക്കുന്ന ഫോട്ടോ പിന്നീട് അവന്റെ മൊബൈലിൽ കിടന്ന് കണ്ടായിരുന്നു. അപ്പൊ അത് അവള് നേരത്തെ ചോദ്യം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അപ്പൊ ഇന്നലെ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ സംസാരിച്ചു, അവള് നല്ലതിലൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരണം, അത്യാവശ്യം എവിടെ ഉണ്ട്, ചോറ് കൊടുത്തിട്ട് വരാം. അപ്പൊ പറഞ്ഞു അമ്മ വരണ്ട, മഴയൊക്കെ അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കട്ടെ, എനിക്കിവിടെ ഒരു കൊച്ചിനെ കാണാൻ പോണം, എല്ലാവരും പോണവരെവിടെ പോണമെന്ന് വിചാരിച്ചപ്പോ പറഞ്ഞു അമ്മ പോകുന്നു. ചേട്ടൻ എന്തായാലും വരെയൊന്നുമില്ല, ഇന്നിനി 9 മണിയായേ വരും, എന്നെ വിളിക്കുകയില്ല, ഇതുവരെ എന്നെ വിളിച്ചില്ല. ഞാൻ അവനെ വിളിച്ചു. അവള് വിളിച്ചെന്ന് പറഞ്ഞു. അവൾ 2-3 പ്രാവശ്യം വിളിച്ചപ്പോ എടുത്തില്ല. പിന്നെ എടുത്തു. അവൻ ഫോൺ കോളിലായിരുന്നു. എടുത്തിട്ട് പിന്നെ എന്തെന്ന് വെച്ചാ പിന്നെ അവള് പിന്നെ എടുത്തിട്ട് പിന്നെ അവൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിനെ വിളിച്ചു. ചേട്ടൻ അവിടെ ഉണ്ടാകുന്നപ്പോ പറഞ്ഞ് അവിടെ ഇത്ര നേരം ഫോൺ കോളിലായിരുന്നു, ഇപ്പൊ അങ്ങ് പുറത്തോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ ഇത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീ സമാധാനമായിട്ട് ഇരി എന്നൊക്കെ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ അങ്ങ് ഓക്കെ ആയി. അങ്ങനെ ഞാൻ എന്നിട്ട് അമ്മ ഞാത്ത് കിടക്കട്ടെ, എനിക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞു. ഞാൻ വല്ലതും കഴിച്ചാന്ന് ചോദിച്ചപ്പം എന്തോ എടുത്ത് കഴിച്ചെന്ന് പിന്നെ അവൾ പറഞ്ഞു, പഴം എന്തോ കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് കിടക്കട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പിന്നെ 2-3 പ്രാവശ്യം വിളിച്ചിട്ട് പിന്നെ ഞാൻ അവനെയും വിളിച്ചു. ഡേ നീ എന്തൊരു പ്രശ്നം നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾക്ക് പറഞ്ഞു തീർത്തപ്പോഴും നീ മിണ്ടാതെ പോയെന്ന് പറഞ്ഞു. അത് അവള് രാവിലെ എഴുതിച്ചില്ല, അവൾ ഇന്നലെ എന്നെ ഉറക്കിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഉറക്കിയില്ലെന്ന് എന്തേലെന്ന് ചോദിച്ചു. അത് അവള് 3 മണിയേരെ ഉണർന്ന് എൻ്റെ കണ്ണിൽ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരുന്നു, അതുകൊണ്ട് എനിക്ക് ഉറക്കാൻ പറ്റിയില്ല, അവള് രാവിലെ കിടന്ന് ഉറങ്ങുന്നു, ഞാൻ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് സംസാരിച്ചപ്പോൾ പറഞ്ഞു നീ ഡ്യൂട്ടിയിലല്ലേ, പിന്നെ ശരിയെന്ന് ഞാൻ സംസാരിച്ചിനി വഷളാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അവൻ പറഞ്ഞു അല്ല ഞാൻ ഇപ്പം ഡ്യൂട്ടി അല്ല പറഞ്ഞോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയിപ്പം വേണ്ട, നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വന്ന് ആക്കുന്നു പറഞ്ഞു. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞപ്പോ അവള് പറഞ്ഞു അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത്, എനിക്ക് മറ്റന്നാൾ എക്സാം ഉണ്ട് PSC, ആ പരീക്ഷ ഉണ്ടല്ലോ, പിന്നെ അമ്മ എന്താ അങ്ങനെ പറഞ്ഞു, ഞാൻ നാളെ അവിടെ പോയിരുന്ന് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇവരൊക്കെ വന്നവരെ കൂടെ ഞാൻ പോയപ്പോഴിവരെ അച്ഛൻ വിളിച്ചു. അച്ഛനെ ഇവൻ വിളിച്ചു, അച്ഛന് അതില് വിളിച്ചപ്പോഴത്തേക്ക് എന്തിനാന്നറിയാൻ വയ്യാത്തോണ്ട് അവർ ഡ്യൂട്ടിയിലായിരുന്നു. അത് കഴിഞ്ഞൊരു 3 കാലം കണ്ടായപ്പോ എന്നെ വിളിച്ചു. ഇവ ഇങ്ങനെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവരിത്തിരി പ്രശ്നത്തിലാണ്, വീണ്ടും തുടങ്ങി, ഇത്രയും നാൾ കുഴപ്പമില്ലാതെ നല്ലപോലെ ഇരുന്നല്ലേ എന്ന് പറഞ്ഞു. പല ആവർത്തി ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ വീട്ടുകാർക്ക് നല്ലപോലെ അറിയാം, വീട്ടുകാരും അവന് സപ്പോർട്ടാണ്. പിന്നെ ഈ അടിക്കുകയും ഉപദ്രവിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും പിന്നെ ഇതെല്ലാം ചെയ്യും. പിന്നെ ആ പാടുകളെല്ലാം നമ്മള് ഫോണിലൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നീട് അപ്പൊ അതൊക്കെ ഏതാണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ എൻ്റെ ഫോണിലോട്ട് അയച്ച് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അത് ചിലതൊക്കെ പോയത് ആ സമയം തൊട്ടും ഇവള് കാണാൻ വന്നപ്പോ കള്ളു കുടിക്കുമെന്ന് ചോദിച്ചപ്പോ ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ പിന്നീട് അവന്
എവിടെ ഇരുന്ന് കള്ള് കുടിച്ചിട്ട് കൂട്ടുകാര് ഇവന്റെ ഫോണിൽ നിന്നാണ് ഇവക്കൊരു ഇത് വന്നത്. അതിൽ ഇവനെ കാണാനില്ലായിരുന്നു, ബാക്കിയുള്ളവർ ഇരുന്ന് വെള്ളം അടിക്കുന്നത്. അപ്പൊ ഇവക്ക് മനസ്സിലായി ഇവൻ കുടിക്കും എന്ന്. അപ്പം ഇവള് വിചാരിച്ചത് എല്ലാവർക്കും ഒത്തിരി ഉണ്ടല്ലോ എന്ന്. അപ്പൊ കല്യാണത്തിന് മുമ്പ് ഇതെല്ലാം കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പിന്നീട് ഇവന് മന്തിന് ഒരുപാട് താമസിച്ചേ വരും. അത് പരുതന്നൂരാകുമ്പോഴും 12-1 മണിയാവും. അപ്പൊ ഇവള് ക്ലാസ്സിന് പോയി തുടങ്ങി. ഇവിടെ തിരുവനന്തപുരം സിവിലിയൻസിലാണ്. അപ്പൊ അവിടെ പിന്നീട് ഇവളും കൂടെ 12 മണി വരെ ഇരിക്കുന്നിട്ട് ഒരുമിച്ച് പോകും. അങ്ങനെ ഒരു ദിവസം ഇവൻ കല്ലറ ചെന്നിട്ട് കല്ലറ വരെ വേറൊരു പയ്യൻ ഓടിച്ചോണ്ട് പോയി. പിന്നെ ഇവൻ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവള് പറഞ്ഞു കള്ളം കുടിച്ചോണ്ട് ഓടിക്കേണ്ട, പ്രശ്നമാവുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവൻ മേടിച്ച് ഓടിച്ചിട്ട് പിന്നെ ഇവള് അന്ന് കുറെ ഉപദ്രവിച്ചു. പക്ഷെ ഇവള് വീട്ടിൽ പറഞ്ഞില്ല. അപ്പൊ ഇവൻ കിടന്ന് കാല് പിടിക്കും, വീട്ടിൽ പറയണ്ട, അവര് വിഷമിക്കും, അത് ഞാൻ ഇങ്ങനെ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവര് വേറൊരു ടൂറ് പോയപ്പോൾ അന്ന് അമ്മയുണ്ടായിരുന്നു. അവിടെ ബിയറൊക്കെ കുടിച്ച് ഇവളെ കുടിക്കാൻ പറഞ്ഞ് ഇവള് കുടിക്കാതിരുന്നപ്പം അവിടെ വെച്ച് പ്രശ്നമുണ്ടായി. അതും അവരൊരു